രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമോ? ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കും വ്യക്തമായ ചിത്രമൊന്നുമില്ല. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നാണ് ചില നേതാക്കൾ പ്രതികരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇത്തവണ തങ്ങളുടെ സംസ്ഥാനത്ത് മത്സരിക്കണമെന്ന് തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ സംസ്ഥാനത്തുടനീളം 2019 പോലെ തരംഗമുണ്ടാകുമെന്ന് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. ഇതേ നിലപാട് തന്നെയാണ് കർണാടകയിലെയും തെലങ്കാനയിലെയും നേതൃത്വത്തിന്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നാണ് ആഴ്ചകൾക്ക് മുൻപ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ രണ്ട് സാധ്യതയും തള്ളാനാകില്ലെന്നാണ് അവർ പറയുന്നത്. LDFിൽ നിന്ന് വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് CPI ആണ്. ദേശീയ നേതാവ് ആനി രാജയെ മത്സരിപ്പിക്കാൻ CPI ആലോചിക്കുന്നുവെന്ന വാർത്തകളും വന്നിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാവാണ് ആനി രാജ. അവരുമായി രാഹുൽ ഗാന്ധി ഏറ്റുമുട്ടുന്നത് ദേശീയ തലത്തിൽ മറ്റൊരു പ്രചരണത്തിന് ഇടയാക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട്. രാഹുൽ ഗാന്ധി BJP സ്ഥാനാർത്ഥികളുമായി ഏറ്റുമുട്ടുന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഗുണം ചെയ്യുക എന്ന് അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കളുമുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം തങ്ങൾക്ക് വേണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗിന്. എറണാകുളത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വങ്ങൾ വിഷയം ചർച്ച ചെയ്ത് ധാരണയിലെത്തും. രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിലും സിറ്റിംഗ് മണ്ഡലം വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന നിലപാടുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്. വയനാട് മണ്ഡലം രൂപീകരിച്ച വേളയിൽ ആദ്യം മത്സരിച്ചത് MI ഷാനവാസ് ആയിരുന്നു. മികച്ച ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ഷാനവാസ് മരിച്ച ശേഷം 2019 T സിദ്ദീഖിന്റെ പേര് പരിഗണിച്ചിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരവ്. മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം. നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് നോക്കിയാൽ 4ഇടത്ത് UDFും 3ഇടത്ത് LDFുമാണ്. മുസ്ലിം ലീഗിന്റെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളും ഇതിൽപ്പെടും. മുസ്ലിം വോട്ടർമാർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമായതിനാൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കുമെന്നും കേൾക്കുന്നുണ്ട്. സമസ്ത ഇരുവിഭാഗങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന KPCC സെക്രട്ടറി KP നൌഷാദ് അലിയെ പരിഗണിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം മുസ്ലിം ലീഗിന് മണ്ഡലം കിട്ടിയാൽ യുവ നേതാക്കളെയാകും മത്സരിപ്പിക്കുക. പൊന്നാനി മണ്ഡലത്തിൽ അബ്ദുൽ സമദ് സമദാനിയെയും മലപ്പുറം മണ്ഡലത്തിൽ ET മുഹമ്മദ് ബഷീറിനെയും മത്സരിപ്പിക്കുന്ന ലീഗ് വയനാട് കിട്ടിയാൽ KM ഷാജി, PK ഫിറോസ് ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ചേക്കും.